ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് സീതാപ്പഴം വെച്ചിട്ടൊരു ഡെസേർട്ടാണ് കേട്ടോ. ഇപ്പോൾ സീതാപ്പഴത്തിൻ്റെ സീസണാണല്ലോ, അപ്പോൾ എല്ലായിടത്തും കിട്ടും ചെയ്യും. അപ്പോൾ ഇത് ഇഷ്ടമുള്ള ആൾക്കാർ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കി നോക്കും. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പൾപ്പൊന്ന് എടുക്കണം. അപ്പോൾ ഈ കുരു ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് പൾപ്പ് എടുക്കാമെന്ന് തോന്നും, ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒരു അരിപ്പ വെക്കുക, കുറച്ച് വലിയ ഹോളുള്ള അരിപ്പയിലേക്ക് ഒരു സ്പൂണും കൊണ്ട് ആദ്യം അത് ഫുള്ളൊന്ന് അതിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ആദ്യം ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചൊക്കെ പഴുപ്പ് താഴെ വരും. പിന്നെ ഈ കുരുവിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഉടക്കുന്ന അത് വെച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതില്ലെങ്കിൽ ഈ ചിരട്ട കയ്യിലോ അതല്ലെങ്കിൽ കുഴിയുള്ള കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയാൽ അത് മൊത്തം താഴേക്ക് വരും, കുരു മാത്രം വേറെ വരും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ എടുക്കാൻ. ഇപ്പോൾ ഞാനത് ഫുള്ളും അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് മധുരം ചേർക്കണം, ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ആട്ടോ ചേർക്കണ, മിഠായി മീറ്റാണ്. 1/2 ടിന്ന് ചേർത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഇതിന് പ്രത്യേകിച്ച് അളവില്ല. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്, വിപ്പിംഗ് ക്രീം അല്ല കേട്ടോ, ഫ്രഷ് ക്രീം തന്നെ എടുക്കണം. അതൊരു 1/2 കപ്പ് എടുക്കാം. ഇനി അതും കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇത് അടുപ്പിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മൂന്നും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഈ ഡെസേർട്ട് ഉണ്ടാക്കാനും ഒരു പണിയില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പ് ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ്. അപ്പം ഞാനിപ്പോൾ അത് മുഴുവൻ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു. ഇനി വേണ്ടത് ചൈന ഗ്രാസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 25 ഗ്രാമിൻ്റെ ആണ് ഈ പാക്കറ്റ്. അപ്പോൾ ഇത്രയും വേണ്ട, അതിൽ നിന്നൊരു 15 ഗ്രാം എടുക്കുക. 15 ഗ്രാം എടുത്തിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടിടാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ഈ വെള്ളം ഒഴിച്ചിട്ട് കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും ഇത് കുതിരാൻ വേണ്ടി വെക്കണം. കൂടുതലായാലും സമയമായാലും കുഴപ്പമില്ല, കൂടുതൽ വെക്കുന്തോറും പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിവിടെ അതൊന്ന് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറൊക്കെ ആയിട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഗ്യാസിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് മെൽറ്റാക്കാൻ. ഈ ഒരു ഡെസേർട്ടിൽ അപ്പോൾ ഈ ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വേണ്ടി മാത്രമേ നമുക്കിത് അടുപ്പിൽ വെക്കേണ്ടുള്ളൂ. മറ്റുള്ള സാധനങ്ങളൊന്നും അടുപ്പിൽ വെക്കണ്ട കേട്ടോ. സീതാപ്പഴമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് അലിയിപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ആ വെള്ളമൊക്കെ വറ്റി വല്ലാതെ അങ്ങോട്ട് കുറുകിപ്പോവും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് അലിയിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. കുറച്ച് സമയം ഒന്ന് ചൂടാറട്ടെ. നല്ലോണം തണുത്ത് ആറിപ്പോവരുത് കേട്ടോ, അപ്പോൾ കട്ട പിടിക്കും. ഒരു ചെറിയ ചൂടുള്ള സമയത്ത് തന്നെ നമുക്ക് ആ സീതാപ്പഴത്തിൻ്റെ മിക്സ് ഇത് രണ്ടും കൂടെ അപ്പോൾ ഇത് ഇളക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചൈന ഗ്രാസിലേക്കാണ് ഇതങ്ങോട്ട് ഒഴിക്കുന്നത് കേട്ടോ. അത് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം. അതായത് പെട്ടെന്ന് കട്ട പിടിക്കും ഇത്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഒന്നുകിൽ ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കുക, അതല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ആ ഒരു വിസ്ക് വെച്ചിട്ടാണ് നല്ല ഫാസ്റ്റായിട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് ചൈന ഗ്രാസ് എല്ലായിടത്തും ആവണ പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഇതിന് പണിയുള്ളൂ. നമ്മുടെ ഡെസേർട്ട് ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ചെറിയ ചെറിയ ബൗളുകളിലാക്കി വെക്കുക കേട്ടോ ഇത്. അപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് തണുപ്പിക്കണം. നല്ലോണം തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടാണ്. ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം, ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സീതാപ്പഴത്തിൻ്റെ പൾപ്പ് എളുപ്പത്തിൽ എടുക്കണം, അത് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ആ പൾപ്പ് അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാം, അതേപോലെ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.